നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ തെരച്ചിലിനായി കരസേന ശിരൂരിലെത്തി. ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി ശിരൂരിലെത്തിയത്. സൈന്യത്തിന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും മണ്ണ് നീക്കൽ. ശിരൂരിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. 3 വലിയ വാഹനങ്ങളിലായിട്ടാണ് സൈന്യം ശിരൂരിലെത്തിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. 3 ട്രാക്കുകളിലായിട്ടാണ് സൈന്യസംഘം ശിരൂരിലേക്ക് എത്തിയത്. ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ വിദഗ്ധരായവരും സംഘത്തിലുണ്ടെന്നാണ് സൂചന. ഇന്നലെ പ്രദേശത്തിന്റെ സ്കെച്ചും അപകട വിവരത്തിന്റെ റഡാർ സിഗ്നലുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും അധികൃതർ സൈന്യത്തിന് കൈമാറിയിരുന്നു. തടിയുമായി കേരളത്തിലേക്ക് വന്ന ലോറിയുടെ ഡ്രൈവറായിരുന്ന കോഴിക്കോട് സ്വദേശി അർജുൻ രാത്രി ദേശീയപാതയിൽ വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനിടെ വലിയ തോതിൽ കുന്നിടിഞ്ഞ് മണ്ണിടിച്ചിലിൽ അകപ്പെടുകയായിരുന്നു. കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനത്തിൽ ആലംഭാവം കാട്ടിയതിനെ തുടർന്നാണ് സൈന്യത്തെ വിളിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. കാലാവസ്ഥാ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സൈന്യം ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ വൈകിട്ടാണ് മണ്ണിനടിയിൽ ലോഹാവശിഷ്ടം 70% ഉണ്ടെന്ന സൂചന റഡാറിൽ നിന്ന് ലഭിച്ചത്. ഇവിടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈന്യമെത്തിയ സാഹചര്യത്തിൽ ഇനി അവരുടെ നേതൃത്വത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക. NDRF പുഴയിലും തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന 8 മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി അർജുന്റെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. 6 ദിനങ്ങൾ പിന്നിട്ടിട്ടും അർജുനെ കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ചയെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. കണ്ണാടിക്കലിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഹൃദയം നൂർക്കുന്ന വേദനയിലും സമചിത്തത കൈവിടാതെ ഇന്നലെ വൈകിട്ട് വരെ മാധ്യമങ്ങളോട് പ്രതികരിച്ച അർജുന്റെ കുടുംബം രാത്രിയുടെ ആകെ തളർന്നതോടെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടിയത്. ഇന്നലെ രാത്രി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നാട്ടുകാർ ഇന്ന് കണ്ണാടിക്കലിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തുകയായിരുന്നു. ചെറുപ്പം മുതൽ അർജുനുമായി ഏറെ ബന്ധമുള്ള അയൽക്കാർക്കും മണിക്കൂറുകൾ എണ്ണിയുള്ള ഈ കാത്തിരിപ്പ് സമ്മാനിക്കുന്നത് വലിയ വേദനയാണ്. രക്ഷാപ്രവർത്തനത്തിന് കരസേനയെ നിയോഗിക്കണമെന്നും സന്നദ്ധരായ നാട്ടുകാരെ ഉൾപ്പെടെ അവിടേക്ക് പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. കരസേന എത്തുന്ന കാര്യം വൈകിട്ടോടെ സ്ഥിരീകരിച്ചിരുന്നു. പ്രതീക്ഷ നശിക്കുകയാണെന്നും ഇത്തരം നടപടികൾ ഇനി വൈകിപ്പിക്കരുതെന്നുമായിരുന്നു അർജുന്റെ മാതാവ് ഒടുവിൽ പ്രതികരിച്ചത്. അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ മകളെ ചേർത്ത് പിടിച്ച് അർജുന്റെ ഫോൺ നമ്പറുകളിലേക്ക് മാറി മാറി വിളിക്കുകയായിരുന്നു ഭാര്യ കൃഷ്ണപ്രിയ. അതിനിടെ അർജുന്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. അർജുന്റെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനും കേരള കർണാടക സർക്കാരുകൾക്കും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജി. അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അർജുനെ കണ്ടെത്താൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നാട്ടുകാർ പ്രകടനം നടത്തുകയായിരുന്നു. കോഴിക്കോട് തണ്ണീർപന്തലിലാണ് സേവ് അർജുൻ എന്ന പേരിൽ രൂപീകരിച്ച സമരസമിതി പ്രതിഷേധ പ്രകടനം നടത്തിയത്. അർജുനെ എത്രയും വേഗം കണ്ടെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.